ഗൗതം അനന്തനാരായണൻ, ഈ പറയുന്ന ന്യായങ്ങളും ഈ പറയുന്ന വാദങ്ങളും ഒക്കെ നിലനിൽക്കുമോ? വന്ദേമാതരം പാടാനുള്ള വിസമ്മതം, വന്ദേമാതരം കേൾക്കുമ്പോഴുള്ള അസ്വസ്ഥത? അല്ല, ഇത് വന്ദേമാതരത്തെ മാറ്റി നിർത്താൻ കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ ശ്രമിക്കുന്നത് നമുക്കറിയാമല്ലോ. അത് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ കോൺഗ്രസിൻ്റെ ചരിത്രമാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിവാദം എന്നത്. അതിപ്പോൾ ഇവിടെ ഐസൻ ചേട്ടൻ സൂചിപ്പിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയും. അതായത് വന്ദേമാതരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ 3 വിശ്വാസങ്ങളുടെ സംയുക്ത രൂപമായി നമ്മുടെ മാതൃഭൂമിയെ കാണണം എന്ന രീതിയിലാണല്ലോ വന്ദേമാതരം തുടങ്ങുന്നത്. അപ്പോൾ ആ വന്ദേമാതരം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവകാരികൾക്ക്, അതോടൊപ്പം തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നിയിലേക്ക് എടുത്തു ചാടാൻ പുതുതലമുറയ്ക്കൊക്കെ വലിയ ആവേശം നൽകിയ ഒരു ഗീതമാണ്. 1905 ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ പശ്ചിമ ബംഗാളിനെ വിഭജിക്കുന്ന ഘട്ടത്തിൽ ആ ബംഗാൾ വിഭജനത്തിനെതിരെ ലക്ഷക്കണക്കിന് ആളുകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ രക്ഷാബന്ധൻ നടത്തി. അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ ഈ വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചത്. അതൊക്കെ വന്ദേമാതരത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ വന്ദേമാതരം ആലപിച്ചിരുന്നു. രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? 1923 കാക്കിനാഡയിലെ AICC സമ്മേളനത്തിലാണ് ആദ്യമായി കോൺഗ്രസ് പാർട്ടിയിലെ ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന ആളുകൾ വന്ദേമാതരത്തെ എതിർത്ത് രംഗത്തെത്തുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മൗലാന മുഹമ്മദ് അലി വേദിയിലിരിക്കുന്ന ഘട്ടത്തിൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ ഇത് നിർത്തണം, ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് മൗലാന മുഹമ്മദ് അലി പറയുകയാണ്. സദസ്സ് മുഴുവൻ ഞെട്ടിത്തെരിച്ചു. കാരണം രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന ജ്വാലയായി നിന്ന 100 കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉറക്കെ ചൊല്ലിയ നമ്മുടെ അഭിമാനമായ വന്ദേമാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയിൽ പാടുമ്പോൾ ആ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന മൗലാന മുഹമ്മദ് അലി പറയുകയാണ്, ഇത് മുസ്ലിം വിരുദ്ധമാണ്, വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിലെ അന്നത്തെ ആർജവമുള്ള ദേശസ്നേഹികൾ, നെഹ്റു എന്നല്ല കേട്ടോ, ആർജവമുള്ള ദേശസ്നേഹികൾ പറഞ്ഞു, വന്ദേമാതരം ഞങ്ങൾ പാടും, വന്ദേമാതരം പാടരുത് എന്ന് പറയാൻ ഇത് മുസ്ലിം പള്ളിയൊന്നുമല്ല എന്ന് അന്നത്തെ കോൺഗ്രസിലെ ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ അത് പറയുകയും മൗലാന മുഹമ്മദ് അലിയെ വേദിയിലിരുത്തിക്കൊണ്ട് അന്ന് ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ വന്ദേമാതരം കാക്കിനാഡയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പാടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 1937 എത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അവരുടെ 2 നേഷൻ തിയറിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രവിഭജനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവരുടെ ലക്ഷ്യം 2 നേഷൻ തിയറി സാധ്യമാകുന്നു. അങ്ങനെ രാഷ്ട്രം വിഭജിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് 1937 നമ്മുടെ രാജ്യത്തെ പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ പ്രവിശ്യ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ പ്രവിശ്യകളിൽ കോൺഗ്രസ് പാർട്ടി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം പ്രവിശ്യ അസംബ്ലികൾ ചേരുന്ന ഘട്ടത്തിൽ വന്ദേമാതരം ആലപിച്ചു. അതായത് ഇപ്പോൾ കേരളത്തിൽ നടന്നതിൻ്റെയൊക്കെ തനിയാവർത്തനം മുമ്പ് നടന്നു, 1937 നടന്നു. പ്രവിശ്യ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്ന സ്റ്റേറ്റുകളിൽ, പ്രവിശ്യകളിൽ നിയമസഭ ചേരുന്ന ഘട്ടത്തിൽ വന്ദേമാതരം ആലപിച്ചപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞു, ഇത് ഹിന്ദു സ്റ്റേറ്റ് ആണ് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കിട്ടിയ പ്രവിശ്യകളെ മുസ്ലിം ലീഗ് പറഞ്ഞത് ഇത് ഹിന്ദുക്കളുടെ മാത്രം സംസ്ഥാനമാണ്, കാരണം അവിടെ വന്ദേമാതരം ചൊല്ലുന്നു. അതായത് കുത്തിത്തിരിപ്പ് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണ് 1937 ആകുന്ന ഘട്ടത്തിൽ. അങ്ങനെ 1937 കൊൽക്കത്തയിൽ ചേർന്ന AICCയുടെ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഒരു ധാരണയിലെത്തുകയാണ്. അതായത് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ഭീകരതയ്ക്ക് മുന്നിൽ പൂർണ്ണമായി മുട്ടുമടക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നെഹ്റു ഒക്കെ പിടിമുറുക്കിയതിന് ശേഷം എന്തു പറഞ്ഞു കോൺഗ്രസ്? അതായത് മുസ്ലിം ഹിന്ദു ഐക്യത്തിന് വേണ്ടി എന്ന നിലയിൽ വന്ദേമാതരം ഇനിയും കോൺഗ്രസ് സമ്മേളനത്തിൽ പാടേണ്ടതില്ല. അഥവാ പാടുകയാണെങ്കിൽ ഇവർക്ക് അതൃപ്തിയുള്ള ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ സ്റ്റാൻസ മാറ്റിയതിന് ശേഷം മാത്രം പാടിയാൽ മതി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1947 രാഷ്ട്രവിഭജനം നടപ്പാക്കുന്നതിന് തൊട്ട് മുൻപ് എന്ത് സംഭവിച്ചു? വന്ദേമാതരം ആലപിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് മുന്നിൽ, ഇസ്ലാമിസ്റ്റുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി മുട്ടുമടക്കി തുടങ്ങുകയാണ്. അതിനുശേഷമാണ് പിന്നീട് രാജ്യം വിഭജിക്കപ്പെടുന്നത്. ഇതിൻ്റെ തനിയാവർത്തനമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടന്നത്. കേരളത്തിൽ ഒരു സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ വന്ദേമാതരം ആലപിക്കുന്ന ഘട്ടത്തിൽ എന്താണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്? VD സതീശൻ പറയുകയാണ്, അത് ഗവർണർ ചെയ്ത പരിപാടിയാണ്, അതായത് എനിക്ക് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലേ എന്ന നിലയിൽ പറയുകയാണ്. എന്തിനാണ് VD സതീശന് വന്ദേമാതരത്തോട് ഇത്ര പുച്ഛം? കാരണം മുസ്ലിം ലീഗാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. VD സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതുപോലും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം VD സതീശന് ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇത് ഞങ്ങളുടെ പരിപാടിയല്ല, കേന്ദ്രത്തിൽ നിന്നോ ഗവർണറോ എങ്ങാണ്ട് വന്ന് വന്ദേമാതരം പാട്ടിട്ടതാണ്, അപ്പം ഞങ്ങൾ കേട്ടോണ്ട് നിന്നതേ ഉള്ളേ എന്ന രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജിൽ VD സതീശനതിന് മറുപടി പറഞ്ഞത്. ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലെഫ്റ്റിൻ്റെ ആളുകൾ വന്ദേമാതരം പാടിയാലേ നമ്മളത് ചർച്ച ചെയ്താൽ
പോരെ. അവർ വന്ദേ മാതരത്തിനും ഇന്ത്യൻ ദേശീയതയ്ക്കും എതിരാണ്. ഭാരതം എന്ന രാഷ്ട്ര സങ്കല്പത്തെ തന്നെ അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവരതിനെ അനുകൂലിച്ചാൽ മാത്രമാണ് എന്നെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്യേണ്ടത്. അവരതിനെ എതിർത്തു എന്നതിൽ എനിക്ക് അത്ഭുതമില്ല. അവരെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ്. അവിടെ ഒരു സ്വഭാവം കണ്ടു. അവിടെ ആദ്യം മുഹമ്മദ് റിയാസ് എതിർക്കുന്നു, അതിന്റെ ചുവട് പിടിച്ച് സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നു, CPI ഒപ്പം ചേരുന്നു. അപ്പോഴാണ് അതിന്റെ മുമ്പ് നടന്നത്. ആദ്യം നടന്ന സത്യപ്രതിജ്ഞയിൽ DMK അതിരൂക്ഷമായ വിമർശനവുമായി. ആ പഴയ ഫോഴ്സസ് തന്നെ ഇക്കാര്യത്തിലും ഒറ്റക്കെട്ടാണെന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഉറപ്പായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു ആന്റി നാഷണൽ സ്വഭാവമുള്ള സംഘടനകളുടെ എല്ലാം നിലപാട് ഇത് തന്നെയാണ്. ഇപ്പം സൂചിപ്പിച്ചതുപോലെ DMK ഇതേ നിലപാട് സ്വീകരിക്കുന്നു. DMK വർഷങ്ങളായി തമിഴ്നാട്ടിൽ അധികാരത്തിൽ അവർക്ക് കയറാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം അവർ ചെയ്യുന്നതാണ് എന്താണ്, ആന്റി ഹിന്ദു നിലപാടുകൾ സ്വീകരിക്കുന്നു, ആന്റി നാഷണൽ നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ ഈ പറയുന്നത് പോലെ വന്ദേ മാതരം ഇട്ട സമയത്ത് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DMK പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അത് അവിടെ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ DMKക്കാണ് തുടർഭരണം കിട്ടിയതെങ്കിൽ ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സീൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കേരളത്തിലും സമാനമായ സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഫോഴ്സുകളെല്ലാം ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും ശരി, DMK ആണെങ്കിലും ശരി, ആന്റി ഇന്ത്യ അല്ലെങ്കിൽ ആന്റി ഹിന്ദു സ്വഭാവമുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ജിഹാദി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട്, ഇസ്ലാമിസ്റ്റ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അതിന്റെ ആവർത്തനം ഇപ്പോഴും സംഭവിക്കുന്നു.